ഇതാണ് ഏത്തറിന്റെ പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ. നമുക്കിത് ഏത്തറിന്റെ സ്കൂട്ടർ മാത്രമല്ല, ഏതൊരു വണ്ടിയും ഇത് ടയർ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും. കാറോ, സ്കൂട്ടറോ, ബൈക്കോ, സൈക്കിളോ, ഈവൻ നമ്മളൊരു ഫുട്ബോളോ, പന്തോ എന്താണെങ്കിലും ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾക്കിത് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. നിങ്ങൾക്കൊരു പെട്രോൾ പമ്പിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്നോ നിങ്ങൾക്ക് പോകുന്ന വഴിക്കോ, കാരണം നിങ്ങൾക്ക് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂട്ടറിലോ ബൈക്കിലോ കാറിലോ എവിടെ വേണമെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം 2-3 മാസം കഴിഞ്ഞായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ എൻ്റെ ബൈക്കും ഒരു 2 സ്കൂട്ടറും വീട്ടിൽ ഉണ്ട്. അത് രണ്ടും ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൂടുതലും അങ്ങനെ പെട്രോൾ പമ്പിൽ പോയി അടിക്കാറില്ല. ബേസിക്കലി ഉപയോഗിക്കാൻ വലിയ പാടില്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. ഈ ലൂസാക്കി എടുക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ വെഹിക്കിളിൽ കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലോക്ക് വൈസ് ടൈറ്റ് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി, കണക്ഷൻ ആവും. കുറച്ച് ഈസി ടു യൂസ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ടൈപ്പ് സി പോർട്ട് ഉണ്ട്, മാത്രമല്ല USB കൂടെ വരുന്നുണ്ട്. ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാം, മൊബൈലോ നിങ്ങൾ വേറെ എന്തെങ്കിലും അക്സസറീസോ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എമർജൻസി ലൈറ്റ് അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള സംവിധാനം കൂടെ ഇതിലുണ്ട്. മാത്രമല്ല ഒരു സ്ട്രോബ് ലൈറ്റും കൂടി തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് റോഡ് സൈഡിൽ നൈറ്റ് സമയത്ത് എന്തെങ്കിലും ഇതുപോലെ ടയർ കാറ്റടിക്കേണ്ടി വന്നു പോയാൽ ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ പിറകിൽ വരുന്ന വണ്ടികൾക്ക് നമ്മൾ കുറച്ചും കൂടെ വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓവറോൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സെഗ്മെന്റിൽ ആക്ച്വലി ഒരു നല്ല മോഡലാണ്. ഏത്ര ഓണേഴ്സിന് മാത്രമല്ല, പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിക്കും ട്രാവൽ ചെയ്യുന്ന ലോങ് റൈഡ് പോകുന്ന ഒരാൾക്ക് ഒരു എമർജൻസി ടൂളായിട്ടും നമുക്കൊരു കൺവീനിയൻറ്റ് ടൂളായിട്ടും ഉള്ള ഒരു ഡിവൈസ് ആണിത്. ഇനി ഇതിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എത്ര കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളതൊക്കെ. എൻ്റെ ബൈക്ക് ഹോണ്ടയുടെ CB350 RS ആണ്. ഞാൻ ഇന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു മോഡലിലാണ്. എൻ്റെ ബൈക്കിൻ്റെ PSA വരുമ്പം 29 വരുന്നത്. ആദ്യം നമുക്ക് ഇൻഫ്ലേറ്ററിൽ കറക്റ്റ് PSA സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ബൈക്കിൻ്റെ മോഡ് സെറ്റ് ചെയ്തിട്ട് 29 PSA, അതാണിപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ വരുന്നത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് 26 PSA, കാരണം ടയറിൽ ഇപ്പം കറൻറ്റ്ലി അത്രേ വരുന്നുള്ളൂ. ഇതിൻ്റെ കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് PSA എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെഷീൻ സ്റ്റോപ്പ് ആവും. ഞാൻ ഇപ്പോൾ ഈ സെറ്റ് ചെയ്ത് 29 ഞാൻ 29.5 ആക്കി കാണിക്കുകയാണ്, എന്നാൽ പോലും ഫ്രണ്ടിലോട്ട് പോകത്തില്ല. അടുത്ത് നമുക്ക് ഫ്രണ്ടിലത്തെ ടയറാണ്. ഇതിനും 29 PSA തന്നെയാണ് വരുന്നത്. എൻ്റെ ഈ ബൈക്കിന് സിംഗിൾ റൈഡർ ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും 29 PSA ആണ്. 2 റൈഡറായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു പില്ലിയനും കൂടെ ഉണ്ടെങ്കിൽ പിറകിലത്തെ ടയർ മാത്രം ഒരു 33 PSA ആയിട്ട് വരും. ഇത് കാണുമ്പോൾ നമുക്കൊരു സൈക്ലിംഗ് മെത്തേഡ് ഉണ്ട്. ഇതിൽ ടോട്ടൽ 4 മോഡാണുള്ളത്. സൈക്ലിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഒരു ബൈക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പന്ത് പോലത്തെ ചെറിയ ഐറ്റംസ് അതിനൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ കാറിൻ്റെയും കൂടെ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഈ ഡിവൈസിൽ ഓരോ മോഡലും ഒരു സെർട്ടൈൻ എമൗണ്ട് ഓഫ് PSA വരെ പോകാൻ പറ്റുള്ളൂ. കാറിൻ്റെ ഒക്കെ PSA വരുമ്പോൾ 50 PSA ആണ് മാക്സിമം. സൈക്കിളിൻ്റെ ആണെങ്കിൽ 150 PSA വരും. ബൈക്കിൻ്റെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ 45 PSA വരും. ഫുട്ബോൾ, പന്ത് പോലത്തെ ഏറ്റവും ചെറിയ മോഡിലോട്ട് വരുമ്പോൾ നമുക്കൊരു അതിൽ 16 PSA വരെ വരും. നെക്സ്റ്റ് ഒരു സ്കൂട്ടറിൻ്റെ കൂടെ റീഫിൽ ചെയ്ത് കാണിച്ചു തരാം. സ്കൂട്ടറിനൊക്കെ ചെറിയ PSA ആണ്. ഫ്രണ്ട് ടയർ വരുമ്പോൾ 22, ബാക്ക് ടയർ ആണെങ്കിൽ സിംഗിൾ റൈഡർ 29, 2 പില്ലിയനും കൂടെ ഉണ്ടെങ്കിൽ 33 കറൻറ്റ്ലി ഇൻഫ്ലേറ്ററിൽ 22 PSA ഫ്രണ്ട് ടയർ വരെ പോകത്തില്ല ബൈക്ക് മോഡിൽ. അപ്പോൾ നമുക്ക് അടുത്ത സൈക്കിൾ മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ 22 PSA എടുക്കാനായിട്ട്. കറൻറ്റ്ലി ഫ്രണ്ട് ടയർ ഫുള്ളാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ കാറ്റ് കയറാത്തത്. നമുക്കടുത്ത റിയർ ടയറിലോട്ട് നോക്കാം.
പറഞ്ഞ പോലെ ഈ സ്കൂട്ടറിൽ റിയർ ടയർ സിംഗിൾ റൈറ്റഡ് ആണെങ്കിൽ 29 PSI ആണ്. പില്ലിയനും കൂടെ ഉണ്ടെങ്കിൽ 33 അതുകൊണ്ട് ഇപ്പം കറൻറ്റ്ലി നമ്മൾ സെറ്റ് ചെയ്തത് 33. ഈ ഇൻഫ്ലേറ്ററിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 4000 mAh ആണ്. എന്ന് പറയുമ്പോൾ നമുക്കൊരു 6 ടയർ ഒരു ഫുൾ ചാർജിൽ അടിക്കാൻ പറ്റും. ഫൈനലി ഒരു സൈക്കിളും കൂടെ ഫ്രീ ഫിൽ ചെയ്ത് കാണിച്ചു തരാം. സൈക്കിള് ഇതൊരു ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഷെഡിൽ കിടന്ന ഒരു സൈക്കിളാണ് എൻ്റെ. ഇൻഫ്ലേറ്ററിൽ സൈക്കിൾ മോഡിൽ 150 PSI വരെ പോകും. ഈ സൈക്കിളിന് ഒരു 60-70 റേഞ്ചിൽ PSI എൻ്റെ ആവശ്യമുള്ളൂ. കറൻറ്റ്ലി ഇപ്പം ടെസ്റ്റ് ചെയ്യാനായിട്ട് 60 PSI ഓപ്ഷൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. Don't let me leave, Murph!